തുടങ്ങണമെന്നറിയില്ല. എന്തായാലും തുടങ്ങിയല്ലേ പറ്റൂ. ഹലോ, എല്ലാവരും യൂട്യൂബ് തുടങ്ങുന്നുണ്ട്. അപ്പം ഞാനും കരുതി ഞാനും കൂടെ അങ്ങ് തുടങ്ങിയേക്കാവുന്നു. എന്നാൽ ഞാൻ മാത്രം മാറി നിൽക്കുന്നു. അങ്ങനെ ഞാനും ഒരു ചാനൽ തുടങ്ങി. കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എഡിറ്റിംഗ് സ്കിൽ, ലൈറ്റനിങ്, കോൺഫിഡൻസ് ലെവലാണെങ്കിൽ, പക്ഷെ മോട്ടിവേഷൻ ഹയ്യ. അതുകൊണ്ട് മാത്രം ഞാനിവിടെ വന്നിരുന്ന് സംസാരിക്കുന്നു. ഞാനൊരു ഇൻട്രോവേർട്ട് അല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് സംസാരിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല. എനിക്കൊരു കഴിവില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്റെ വീട്ടുപേര് തന്നെ വാഴക്കൂട്ടത്തിൽ നിന്നാണ്. എന്നെ എല്ലാവരും പറയുന്നത് അവിടുത്തെ ഏറ്റവും വലിയ വാഴയാണ് ഞാനെന്നാണ് നാട്ടുകാർ പറയുന്നത്. എനിക്ക് ആകെക്കൂടുള്ള കഴിവ് സംസാരിക്കാനാണ്. അത് പറയുമ്പോൾ നാട്ടുകാർ പറയുന്നത് എനിക്ക് കഴുത്തിന് ചുറ്റും നാക്കാണെന്നാണ്. സമ്മതിക്കത്തില്ല ഒരു വീഡിയോ എടുക്കാൻ. എന്തോ അലയെന്നറിയാമോ? 2 കീരിപ്പ് പിടിച്ച പിള്ളേരുണ്ട് ഇവിടെ. ചേച്ചിയുടെ മക്കളാ. കുണുകുണു 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 കുണുകുണാന്നങ്ങ് സംസാരിച്ചുകൊണ്ടിരിക്കും. പോട്ടെ, പാവങ്ങളല്ലേ. എന്നെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. രേഷ്മൈസ്. എൻ്റെ അച്ഛൻ സജീവൻ, അമ്മ ഓമന. അച്ഛൻ മരിച്ചുപോയി, മരിച്ചിട്ട് 5 വർഷമായി. അമ്മ ഇപ്പം ഹൗസ് വൈഫാണ്. എനിക്ക് ചെറിയ ജോലിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ചുമ്മാ വെട്ടി കുത്തിയിരിക്കുന്നു. പിന്നെ ചേച്ചിയുണ്ട്. അവിടെ മാരേജ് കഴിഞ്ഞാണ്. 2 കുട്ടികളുണ്ട്. ആ 2 കുട്ടികളാണ് ഈ തെരപ്പര എൻ്റെ കൂടെ എപ്പോഴും വീഡിയോയിൽ നടക്കുന്ന 2 കുരുന്നുകൾ. പിന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്ഥലം ആലപ്പുഴയിൽ മാവേലിക്കര വെട്ടിയാറിലാണ് എൻ്റെ സ്ഥലം. എനിക്ക് യൂട്യൂബിൽ വീഡിയോസ് ഇടാനായിട്ട് കുറച്ച് നാളിന് മുമ്പേ തൊട്ട് തോന്നി. സമ്മതിക്കത്തില്ല. എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഇടാനായിട്ട് ഇഷ്ടമായിരുന്നു കുറച്ച് നാളിന് മുൻപ് തൊട്ട്. പക്ഷേ എനിക്ക് അതിനൊരു എന്താ പറയുക, ആ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് വരാനുള്ളൊരു ആ ടൈമിലൊരു കേപ്പബിലിറ്റി ഇല്ലായിരുന്നു. എനിക്കൊരു സത്യമായിട്ടും അതില്ലായിരുന്നു. എന്തോ ഒരിത് ആൾക്കാരെന്ത് വിചാരിക്കും എന്നൊരു തോട്ട് അന്നുണ്ടായിരുന്നു. ഇന്നെനിക്ക് പോടാ പുല്ലേന്നാ. ആരെന്ത് വിചാരിച്ചാലും എനിക്കൊരു കുന്തമില്ല. അത് വേറെ കാര്യം നമ്മുടെ ലൈഫ് അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ജേണി എന്ന് പറഞ്ഞാൽ ചെറിയ ജേണിയൊന്നും അല്ല. ഇങ്ങനെ അങ്ങ് പോവുക. ഒരുപാട് സ്ട്രഗ്ലിങ്ങും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. ഞാനൊരു ബുക്കാണ്. ഞാനൊരു ബുക്ക് റൈറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ ഇഷ്ടം പോലെ എഴുതാനുള്ളൊരു കഥയാണ് എൻ്റെ ലൈഫ്. അപ്പോൾ ഞാൻ കരുതി എന്തുകൊണ്ട് എനിക്കും യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടാ എന്ന്. അങ്ങനെ ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് ഇപ്പം കണ്ടിന്യൂസ്ലി വീഡിയോ ഇടുന്നു. ഷോർട്സ് ഇടുന്നുണ്ട്, ഡെയിലി ഇടുന്നുണ്ട്. ലോങ് വീഡിയോ ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ചെക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്തോ എനിക്ക് യൂട്യൂബ് സക്സസ് ആകുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ മുന്നോട്ട് പോകുന്നു. കാര്യം എല്ലാവരുടെയും കണ്ടൻറ്റ് വെറൈറ്റി ആയിരിക്കും. ഞാനങ്ങനെ ഒറ്റൊരു കണ്ടൻറ്റിൽ ഫോക്കസ് ചെയ്യുന്നൊന്നുമില്ല. ലൈഫ് സ്റ്റൈൽ അങ്ങനെയെന്ന് വെച്ചാൽ പിന്നെ ബ്യൂട്ടി അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഒറ്റ ഫോക്കസും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. എൻ്റെ ലൈഫിൽ എന്താണോ നടക്കുന്നത് ഞാൻ അതിനെ ഫോക്കസ് ചെയ്ത് അതിനകത്ത് കൊച്ചു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഞാൻ പറയുക, സപ്പോർട്ട് ചെയ്യാൻ പോവല്ലേ. അങ്ങനെയാണ് എൻ്റെ കഥ. പിന്നെ എൻ്റെ സ്റ്റഡി എന്ന് പറഞ്ഞാൽ അതും ഒരു ജേണിയാണ്. പല മേഖലകളിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ എഞ്ചിനീയറിങ്ങിന് പോയതാണ്. ഞാനത് ഡ്രോപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു. എന്നുവെച്ചാൽ അത് മാനേജ്മെൻറ്റായിട്ടുള്ളൊരു വിഷയമാണ്. കുറച്ച് കേസും വഴക്കൊക്കെ ആയി. അവിടെ അങ്ങനെ വിഷയമായി. അവിടുന്ന് പിന്നെ ഞാൻ കോപ്പ പഠിച്ചിട്ടുണ്ട്, കമ്പ്യൂട്ടറിൻ്റെ. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ഡിപ്ലോമ ഇൻ ഫിനാൻസിൽ നിൽക്കുകയാണ്. ഇപ്പോൾ കറണ്ടായിട്ട് ഞാൻ TTC ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ ഒരു വഴി പോകുന്നുണ്ട്. പിന്നെ ഡിഗ്രി BSW ആയിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ ഒരു എഡ്യൂക്കേഷൻ പാത്ത്. അതിനിടെ കുറച്ച് കോഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനത് ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ട് ഞാൻ ഡ്രോപ്പ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ കരിയർ പിന്നെ ഇപ്പം ഞാൻ കറൻ്റ്ലി ജോലിയൊന്നുമില്ല, നോക്കുന്നുണ്ട്, കൊടുത്തിട്ടുണ്ട്, വിളിക്കുന്നത് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇതാണ് എൻ്റെ എഡ്യൂക്കേഷൻ്റെ ഒരിത്.
എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും. അപ്പം ഇത്രയേ ഉള്ളൂ എന്നെക്കുറിച്ചുള്ള, ഇത്രയേ ഉള്ളൂ എന്നല്ല, ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, ഞാനതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ എന്നെക്കുറിച്ച് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, ആഗ്രഹമൊന്നും ഇല്ലായിരിക്കും, മീഡിയ അറിയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം ഇനി വേറൊരു വീഡിയോ കാണുന്നതും വരെ ബൈ ബൈ, താങ്ക് യു.